നമസ്കാരം. ലോക ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ടതും ക്രൂരവുമായ ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അർമേനിയൻ വംശഹത്യ. മനുഷ്യത്വം മരവിച്ചു പോകുന്ന മതപരമായ വെറുപ്പും തീവ്ര ദേശീയതയും എങ്ങനെ ഒരു ജനതയെ ഇല്ലാതാക്കി എന്നതിൻ്റെ ഭയാനകമായ ചരിത്രമാണിത്. 1915 മുതൽ 1923 വരെയുള്ള കാലഘട്ടത്തിൽ അന്നൊരു ഇസ്ലാമിക രാജ്യമായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ, അതായത് ഇന്നത്തെ തുർക്കിയുടെ ഭരണാധികാരികൾ തങ്ങളുടെ രാജ്യത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷമായ അർമേനിയൻ ജനതയെ ആസൂത്രിതമായി കൊന്നൊടുക്കിയ സംഭവമാണിത്. 1915 ഏപ്രിൽ 24-നാണ് ഈ കൂട്ടക്കൊലയുടെ ഔദ്യോഗിക തുടക്കം. ഒരു ജനതയെ ഇല്ലാതാക്കാൻ ആദ്യം അവരുടെ ശബ്ദം ഇല്ലാതാക്കണം എന്ന് ഭരണകൂടത്തിന് അറിയാമായിരുന്നു. അതിനാൽ അർമേനിയൻ സമൂഹത്തിലെ എഴുത്തുകാർ, കവികൾ, ഡോക്ടർമാർ, മതപുരോഹിതന്മാർ തുടങ്ങിയ ബുദ്ധിജീവികളെയും നേതാക്കളെയും അവർ ആദ്യം ലക്ഷ്യമാക്കി. ഗ്രിഗോർ സൊഹ്റാബ്, ഡാനിയൽ വരൂജാൻ തുടങ്ങിയ പ്രമുഖരെ ഇസ്താംബൂളിൽ വെച്ച് കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് അതിക്രൂരമായി കൊലപ്പെടുത്തി. നേതാക്കളെ ഇല്ലാതാക്കിയ ശേഷം ഓട്ടോമൻ സൈന്യത്തിന്റെ അടുത്ത ലക്ഷ്യം സാധാരണക്കാരായ അർമേനിയൻ പുരുഷന്മാരായിരുന്നു. സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന അർമേനിയൻ യുവാക്കളുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും അവരെ നിർബന്ധിത തൊഴിൽ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ വെച്ച് അവരെ കൊടും പീഡനങ്ങൾക്ക് ഇരയാക്കി. പിന്നീട് ഗ്രാമങ്ങളിലെ പുരുഷന്മാരെ ഒന്നടങ്കം പിടികൂടി. അവരെ ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് പാതി വഴിയിൽ വെച്ച് തന്നെ സൈന്യം കൂട്ടത്തോടെ വെടിവെച്ചും കുത്തിയും കൊന്നൊടുക്കി. പുരുഷന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയ ശേഷം പ്രതിരോധിക്കാൻ ആരുമില്ലാത്ത സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും സൈന്യം ലക്ഷ്യം വെച്ചു. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവരെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണെന്നും അവിടെ അവർക്ക് താമസിക്കാൻ പുതിയ ഇടം നൽകാമെന്നും പറഞ്ഞ് മുസ്ലിം ഭരണകൂടം അവരെ വിശ്വസിപ്പിച്ചു. ഈ കള്ളം വിശ്വസിച്ച് സ്വന്തം വീടുകളിൽ നിന്നും സമ്പാദ്യങ്ങളിൽ നിന്നും ഇറങ്ങിത്തിരിച്ച അവരെ പക്ഷെ കാത്തിരുന്നത് കൊടും ചൂടുള്ള സിറിയൻ മരുഭൂമിയിലേക്കുള്ള യാത്രയായിരുന്നു. ചരിത്രത്തിൽ ഇതിനെ മരണയാത്രകൾ അഥവാ ഡെത്ത് മാർച്ചസ് എന്നാണ് വിളിക്കുന്നത്. ഈ യാത്രകളിൽ അർമേനിയൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ നടന്ന ക്രൂരതകൾ വിവരണാതീതമാണ്. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ മുസ്ലിം സൈനികരും പ്രാദേശിക സായുധ സംഘങ്ങളും ചേർന്ന് സ്ത്രീകളെ വ്യാപകമായി ബലാത്സംഗം ചെയ്തു. പലരെയും വഴിമധ്യേ നഗ്നരാക്കി നടത്തി. അതിൽ മനുഷ്യ മനസാക്ഷിയെ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു ക്രൂരത അർമേനിയൻ യുവതികളെ നഗ്നരാക്കി കുരിശിൽ തറച്ചു കൊന്നു എന്നുള്ളതാണ്. തളർന്നു വീഴുന്നവരെയും ഗർഭിണികളെയും വരെ അവർ യാതൊരു ദയയുമില്ലാതെ കൊലപ്പെടുത്തി. ലക്ഷക്കണക്കിന് ആളുകളാണ് ഭക്ഷണവും ഒരു തുള്ളി വെള്ളവും ലഭിക്കാതെ ഈ മരണയാത്രകളിൽ മരുഭൂമിയിൽ പിടഞ്ഞു മരിച്ചത്. ഇതിനു പുറമെ ആയിരക്കണക്കിന് അർമേനിയൻ കുട്ടികളെയും യുവതികളെയും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. അവരെ നിർബന്ധിതമായി ഇസ്ലാം മതം സ്വീകരിപ്പിക്കുകയും അടിമകളെപ്പോലെ വീട്ടുജോലികൾക്കും മറ്റും ഉപയോഗിക്കുകയും ചെയ്തു. അവരുടെ സംസ്കാരവും വിശ്വാസവും വേരോടെ പിഴുതെറിയുക എന്നതായിരുന്നു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഏകദേശം 15 ലക്ഷത്തോളം അർമേനിയക്കാരാണ് യാതൊരു ദയയുമില്ലാതെ ഈ കാലയളവിൽ കൊല ചെയ്യപ്പെട്ടത്. മനുഷ്യ ചരിത്രത്തിൽ വംശഹത്യ അഥവാ ജെനോസൈഡ് എന്ന വാക്ക് തന്നെ ആദ്യമായി ഉപയോഗിക്കാൻ കാരണമായത് ഈ ഭയാനകമായ സംഭവമാണ്. ലക്ഷക്കണക്കിന് നിരപരാധികളുടെ രക്തം വീണ് ഈ കൂട്ടക്കൊല ഇന്ന് 30-ലധികം ലോകരാജ്യങ്ങൾ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ തുർക്കി ഭരണകൂടം ഈ ചരിത്ര സത്യം ഇപ്പോഴും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. മതത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിലുള്ള ഇത്തരം ക്രൂരതകൾ ലോകത്ത് ഇനിയൊരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ചരിത്രത്തിലെ ഈ ഇരുണ്ട ഏടുകൾ നാം ഓർക്കേണ്ടതുണ്ട്. ഈ ചരിത്ര സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് അറിവ് നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ചരിത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. Move it!